എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് പറ. ജസ്റ്റ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. സ്റ്റോപ്പ് ഗ്രിന്നിങ് അറ്റ് മീ ലൈക്ക് ദാറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറില്ലേ? ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് എക്സ്പ്രഷൻസ് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കുറിച്ചിട്ടാണ്. സോ ദ വെരി ഫസ്റ്റ് വൺ ഇസ് സ്മൈൽ. നമുക്ക് എല്ലാവർക്കും അറിയാം സ്മൈൽ എന്താണ്. സ്മൈൽ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക അല്ലേ? സോ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഷീ സ്മൈൽഡ് അറ്റ് മീ. അവൾ എന്നെ നോക്കി ചിരിച്ചു. ഇനി സ്മൈലിൻ്റെ തന്നെ കുറച്ച് വ്യത്യാസമുള്ളൊരു എക്സ്പ്രഷനാണ് ഗ്രിൻ. ഗ്രിൻ എന്ന് പറഞ്ഞാൽ വെൻ യു സ്മൈൽ ബ്രോഡ്ലി, കുറച്ച് വൈഡായിട്ട് ഇച്ചിരി പല്ലൊക്കെ കാണിച്ച് ചിരിക്കുമ്പോൾ നമ്മൾ ഗ്രിൻ എന്ന് പറയും. ചിലപ്പം എംബാരസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹൈഡ് ചെയ്യാനും നമ്മൾ ഗ്രിൻ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഈ കള്ളത്തരത്തിലുള്ള ചിരിക്കും നമ്മൾ ഗ്രിൻ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ഗ്രീനിങ് അറ്റ് മീ ലൈക്ക് ദാറ്റ് ആൻഡ് ജസ്റ്റ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് നിർത്തിയിട്ട് നീ കാര്യം എന്താണെന്ന് പറ. ഓക്കെ, സോ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് സ്മർക്ക്. ഈ സ്മർക്ക് എന്ന് പറഞ്ഞാലും സ്മൈൽ തന്നെയാണ്, പക്ഷേ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഈ സ്മർക്ക് എന്ന് പറഞ്ഞാൽ വൈഡായിട്ടുള്ള ചിരിയാണെങ്കിലും പക്ഷേ അത് ഫ്രണ്ട്ലി അല്ല. ഇറ്റ്സ് ആക്ച്വലി അൺഫ്രണ്ട്ലി സ്മൈലാണ്. ചിലപ്പോൾ മറ്റുള്ള ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്മൈലാണ്. നമ്മൾ ഈ വാട്സപ്പിൽ സ്മൈൽ യൂസ് ചെയ്യില്ല, ഇങ്ങനെ നല്ലൊരു ചിരി, അതാണ് ഈ സ്മർക്ക് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ സ്മർക്ക് വെൻ സംബഡി ഗെറ്റ്സ് മാഡ്. വേറൊരാൾക്ക് ദേഷ്യം പിടിക്കും, ഞാൻ ഇങ്ങനെ എന്താ പറയുക ആ ഒരു തരത്തിൽ മറ്റുള്ള പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചിരി ചിരിക്കാറുണ്ട്. ഇനി മറ്റൊരു എക്സ്പ്രഷനാണ് സ്ക്വിൻറ്റ്. സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് ഒരു 80% നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അത് കണ്ണിറുക്കിയിട്ട് ഇങ്ങനെ നോക്കൂലേ, ക്ലോസ് ആയിട്ട് നമുക്കൊരു സാധനം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, അതിനാണ് നമ്മൾ സ്ക്വിൻറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ് റൈറ്റിംഗ് വാസ് സോ സ്മോൾ ദാറ്റ് ദ ഹോൾ ക്ലാസ് വാസ് സ്ക്വിൻറ്റിങ് ഓൺ ദ ബോർഡ് ടു റീഡ് ഇറ്റ്. അതായത് അയാളുടെ എഴുത്ത് വളരെ ചെറുതായത് കാരണം എല്ലാവരും ഇങ്ങനെ കണ്ണിറുക്കിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു എന്താണ് ബോർഡിൽ എഴുതിയെന്ന് കാണേണ്ടിയിട്ട്. ഇനി അടുത്തൊരു എക്സ്പ്രഷൻ ഇസ് ലോങ് ഫേസ്. ലോങ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസന്തുഷ്ടമായിട്ടുണ്ടാകുന്ന സിറ്റുവേഷനിൽ ഇറ്റ്സ് ആക്ച്വലി ദ എക്സ്പ്രഷൻ ഓഫ് അൺഹാപ്പിനെസ്. നമ്മൾ സാഡായി അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ലോങ് ഫേസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മുടെ മുഖത്തുണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഹാസ് ഗോട്ട് എ ലോങ് ഫേസ് ബിക്കോസ് ഷീ ഫെയിൽ ഇൻ ദി എക്സാം. അവൾ എക്സാമിൽ ഫെയിൽ ആയതുകൊണ്ട് മുഖം ഇച്ചിരി ഒന്ന് വീർത്ത് കെട്ടി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. ഇനി ദ ലാസ്റ്റ് എക്സ്പ്രഷൻ ഇസ് വിൻസ്. വിൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് പെയിൻ. നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷനില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മളാക്കൂലേ, അതാണ് വിൻസ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എമി ട്രൈ നോട്ട് ടു വിൻസ് വെൻ ദ നേഴ്സ് പുട്ട് ദ നീഡിൽ ഇൻ. അതായത് നേഴ്സ് സൂചി കുത്തുന്ന സമയത്ത് എമ്മി മാക്സിമം ആ വേദനയുള്ള ഒരു എക്സ്പ്രഷൻ കാണിക്കാതെ ഇരുന്നു. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. English House. English at your fingertips.